ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി കാണാം. നിറയെ പച്ചപ്പും മരങ്ങളും ഒക്കെ നിറഞ്ഞ വളരെ മനോഹരമായ കാഴ്ചകളാണ് വഴിയിലുടനീളം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാലാവസ്ഥ മാറി മറിയാറുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് മൂടൽ മഞ്ഞ് ഇറങ്ങും, പിന്നെ പെട്ടെന്ന് വെയിൽ വരും. ഇടയ്ക്കൊക്കെ കുട്ടി കുരങ്ങുകളെയൊക്കെ കാണാം. 22 ഹെയർപിൻ വളവുകളാണ് പൊന്മുടിയിലേക്ക് കയറുവാനായിട്ടുള്ളത്. ഏകദേശം പകുതി എത്തുമ്പോൾ തന്നെ റോഡ് സൈഡിൽ കടകൾ, കൊച്ചു കൊച്ചു കടകൾ ഒക്കെ നിറയെ ഉണ്ടായിരിക്കും. ഈ യാത്ര തന്നെ വളരെ മനോഹരമാണ്. വഴിയിലൊക്കെ തേയിലകളും ഒക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം. പൈനാപ്പിൾ, മാംഗോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് വഴിയരികിൽ വെച്ചുകൊണ്ട് നിൽക്കും. നമ്മൾ നേരെ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇതിങ്ങ് താഴെയാണ്. ഹിൽ സ്റ്റേഷനൊക്കെ മുകളിലാണ്. ഇവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ അടുത്ത് കാണുന്ന ബിൽഡിംഗ് ഒക്കെ അങ്ങനെ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കുറേ മങ്കികൾ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുപോകുന്ന ബാഗെല്ലാം സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ മങ്കി വന്ന് എടുത്തിട്ട് പോകും. ഇനി നമ്മൾ മുകളിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ രണ്ടിടത്ത് ചെക്കിംഗ് ഉണ്ട്, ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ട്. പൊന്മുടിയിലേക്ക് വരാൻ ബസ് സൗകര്യവും ഉണ്ട്. വഴിയോര കാഴ്ചകളുടെ മനോഹാരിത പറയാതിരിക്കാൻ വയ്യ. അത്ര മനോഹരമാണ്. ഇടയ്ക്കിടയ്ക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ഇവിടെ തൊട്ടടുത്തൊരു ക്യാൻറ്റീനുണ്ട്. ഇവിടെ നമ്മൾ കോഫിയെ കുടിച്ചിട്ട് മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ചെറുകിട വനവിഭവ വിപണന കേന്ദ്രമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു പുതിയതായിട്ട് ഇവിടെ ഒരു 3D തിയേറ്റർ വന്നിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കണം. അവിടുത്തെ കാഴ്ച വളരെ മനോഹരമായിരുന്നു. പൊന്മുടിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ വീഡിയോയിൽ കാണിച്ചു തരും. അതിനുശേഷമാണ് വേറെ 3D വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. പൊന്മുടി മുഴുവനായിട്ട് നമുക്ക് ആ വീഡിയോയിലൂടെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. പിന്നെ നമ്മൾ കോഫിയെ കുടിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അതും എല്ലാവരും കാണണം കേട്ടോ. ഇത് ഈ ഇടയ്ക്കായിട്ട് ഇവിടെ പണി കഴിപ്പിച്ച സ്കൂളാണിത്. തേയിലത്തോട്ടങ്ങൾക്കിടയിൽ തന്നെയാണ് ഈ സ്കൂൾ. ഇത് മനോഹരമായൊരു കാഴ്ച തന്നെയാണ്.
മേഘങ്ങൾ കണ്ടോ, നമ്മുടെ താഴെയാണ് മേഘങ്ങളെന്ന് തോന്നുന്നു. എവിടെ നിന്നാലും നല്ല വ്യൂ ആണ്. ഇവിടെ എല്ലാ കടകളിലും തേയില കാണാം. ഇതാണ് ഇവിടുത്തെ ഫാക്ടറിയിലുള്ള തേയിലയാണിത്. ഞങ്ങളിതാ വീണ്ടും ചായ കുടിക്കാനായിട്ടൊക്കെയാണ്. കുറച്ച് നേരം കൂടെ ഇവിടെ ചെലവഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. പക്ഷേ ഇതാ നല്ല രാത്രി പോലെ തോന്നുന്നു. നല്ല രാത്രി അല്ല കേട്ടോ, ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ നല്ല കാട് കാരണം നല്ല ഇരുട്ട് കാണിക്കുന്നതാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ ഒത്തിരി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ക്ലോസിംഗ് ടൈം ആയത് കാരണം മുകളിൽ നിന്ന് എല്ലാവരും താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.